It is appendicitis, you are healed. So you are having pain when you eat food. ഭക്ഷണം കഴിക്കുമ്പോൾ വേദന വരണമെങ്കിൽ അതിൻ്റെ എന്താണെന്ന് അറിയാമോ? അപ്പൻഡിസൈറ്റിസ് ആണ്. If you go to the doctor, they will say a surgery is needed. But today Jesus has healed you. നിങ്ങൾക്ക് 2 ആഴ്ചയിൽ വയറുവേദന ഉണ്ടല്ലേ? അപ്പൻഡിസൈറ്റിസ്. ആഹാരം കഴിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാ. So it is in the beginning stage, you are totally healed. അപ്പോൾ ഇതാണ് ദൂത്. You receive the healing. God is healing your leg also. നിങ്ങളുടെ കാലിൽ നീര് വയ്ക്കുന്നുണ്ടോ? God is healing. Every bacteria in the leg is burned in the name of Jesus. ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി വന്ന് കാലിലുള്ള എല്ലാ ബാക്ടീരിയയും എരിച്ചു കളയുന്നു. You will be able to walk. You give promise to God. Next time Jesus, I come with Bible. ബൈബിളും കൊണ്ട് ഞാൻ വരുമെന്ന് നിങ്ങളൊരു വാക്ക് ദൈവത്തിന് കൊടുക്കും. ബൈബിളുണ്ടാ? കൊണ്ടുവന്നാ? ഞാൻ ബൈബിളുണ്ട്, എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. എന്താ ബൈബിളില്ല വരുന്നത്? ബൈബിളില്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. മനസ്സിലായി? You have to bring Bible. Then God will change your address. നിങ്ങളുടെ അഡ്രസ് തന്നെ മാറ്റും. പറഞ്ഞ ശരിയാ തെറ്റാ? Non-believers can come without Bible. ഞാൻ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല. വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, those who want to serve the Lord, you have to bring the Bible. ശരിയാ തെറ്റാ? God wants to honor you, but God is looking no Bible. ബൈബിള് കയ്യിലില്ല. ഞാൻ പറഞ്ഞ ശരിയാ തെറ്റാ? അടുത്ത ആഴ്ച ബൈബിൾ കൊണ്ടുപോയി. അതുകൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കല്ല കേട്ടാ. So this is ഇതാണ് തോത്. Praise the Lord. So അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശക ബല ലമ ലക്ക റസു, തുറന്ന സ്വർഗം. The heaven is opened. Shalamatu lama hidarim. New vehicles are coming. Those who have no vehicle. നിങ്ങൾക്ക് വാഹനം ഇല്ലാത്തവർക്കൊക്കെ പുതിയ വാഹനങ്ങൾ ദൈവം തരും. Shalagidam Dilamalu Sulu. Battle is God's. Shagaram Darabana Tilahas. All the disputes are going to be settled. നിങ്ങളുടെ വസ്തു സംബന്ധമായുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തീർക്കുന്നു. Shagaram Dilastilagale. God is settling the problems in your house. വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ദൈവം തീർക്കുന്നു. Shakalam Tharaba. നിങ്ങൾ എന്താ വീണ്ടും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന? ഇവിടെ അവിടെ നിഷേധാണ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന? അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ? നിങ്ങൾ പഠിക്കാൻ പോകുന്ന പോലെ കാണുന്നു കേട്ടോ. പഠിക്കുന്നുണ്ടോ? God is giving you more wisdom to learn more things. ബൈബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന the problems at home are all going to be settled. A promotion is coming. നിങ്ങൾക്ക് വീട്ടിലുള്ള പ്രശ്നത്തിന്മേലുള്ള ഒരു വിടുതൽ, ഒരു പ്രൊമോഷൻ ദൈവം തരുന്നു. A new vehicle is coming. ഒരു പുതിയ വാഹനവും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദൂത്. ഷലാമസ്ത ലഖം ദിലഖലമ ദലഹുഷുറുബ ഷറൂദരവേ എറൈസ് ആൻഡ് ഷൈൻ. അപ്പൊ ചിലർക്കൊക്കെ താക്കോൽ നഷ്ടപ്പെട്ടതുപോലെ കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്തായാലും എഴുന്നേറ്റ് പ്രകാശിക്കുക. താക്കോൽ നഷ്ടപ്പെട്ടവർ എഴുന്നേറ്റ് പ്രകാശിക്കുക. അവർക്ക് താക്കോൽ നൽകി, പക്ഷെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സോ വാട്ട് ദേ ഹാവ് ടു ഡു? ദേ ഹാവ് ടു എറൈസ് ആൻഡ് ഷൈൻ. റാഖുൽ സേഖുല. കേസുണ്ടാ? അല്ല, അവിടെ ബാക്കിൽ കേസുണ്ടാ? നീതി കിട്ടേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും കാര്യത്തിൽ കേസോ എല്ലാം കിടക്കുകയാണോ? വസ്തുവിൽ കേസുമായിട്ട് കിടക്കുന്നോ? സോ യു വിൽ ഗെറ്റ് റൈച്ചസ് ഇൻ ദാറ്റ് ഏരിയ. വസ്തു സംബന്ധമായ ഇടപാടിലെല്ലാം കേസ്, അതിൽ നിന്നെല്ലാം ദൈവം ഒരു മാറ്റം തരുന്നു. പ്രൊമോഷൻ ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് ദൈവം ഒരു ഉയർച്ച തരാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ ദൈവവേലക്കായിട്ട് വിളിച്ച ആളല്ലേ, എന്ത് വൈകിയത്? കെട്ടുപൊട്ടിച്ചു വരണം. മനസ്സിലായി? ഈ സിസ്റ്റർ കരഞ്ഞിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അവരുടെ കെട്ടുപൊട്ടിയപ്പോൾ അവർ വന്നു. അപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ ആൾക്കാർ സമ്മതിക്കത്തില്ല, പിശാച് സമ്മതിക്കത്തില്ല. അവരെ ഇങ്ങനെ പുതുക്കി വെച്ചോണ്ടിരിക്കും. നമ്മൾ പൊട്ടിച്ചു വരണം. ഇന്ന് എത്ര മണിക്ക് വന്നു? യു ഹാവ് ടു കം ഹിയർ അറ്റ് 9:30. 9:30 അടുത്ത ആഴ്ച വരണം. എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും അത് കളഞ്ഞിട്ട് വരണം. മനസ്സിലായെങ്കിൽ ഗോഡ് വിൽ എസ്റ്റാബ്ലിഷ്. നിങ്ങളെ ദൈവം അംഗീകരിക്കും. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഹീലിംഗ് യു. ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരുന്നു. He will fulfill your heart's desire. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നിറവേറ്റും. ഫിനാൻഷ്യൽ ഡെലിവറൻസ്, സാമ്പത്തിക വിടുതലും ദൈവം തരുന്നു. ഷാറാം ഹറാ ബേസുലേമ, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ. നമുക്കൊരു വാശി വേണം കേട്ടോ. ഒരു വിടുതൽ വേണമെങ്കിൽ നമുക്കൊരു വാശി വേണം. നമ്മൾ സാമട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൻ്റെ അടുത്തോട് പറയണം, ഞാൻ 9:30 ഇവിടെ വരും. Yesterday I went to a house. ഞാനൊരു വീട്ടിൽ പോയി. They will come and testify here in the next week. അവർ അടുത്ത ആഴ്ച ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും. They were not praying. അവർ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. I told them, you lay the mat there and somebody should sit there. നിങ്ങളൊരു പാ വിരിച്ചിട്ട് ഒരാൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. And that person told me, when I was sitting and praying, I saw one demon going out from the house. ഞാൻ അവിടെ പായിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത പിശാച് ഇങ്ങനെ പോന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. അവർ കണ്ടു. അവർ അടുത്ത ആഴ്ച ഒന്ന് ടെസ്റ്റിമണി പറയും. പറയാം. ശരിയാണോ? ആണോ? എന്താ പറഞ്ഞ? എഴുന്നേറ്റ് ഞാൻ അവിടെ എത്ര സമയം ചെലവഴിച്ചു നിങ്ങളുടെ വീട്ടില്? അരമണിക്കൂറിലധികം ചെലവഴിച്ചു. അതിൽ കൂടുതൽ സമയം അവരോട് കാര്യങ്ങൾ പറയുകയായിരുന്നു അല്ലേ? I prayed only 5 minutes. 5 മിനിറ്റേ പ്രാർത്ഥിച്ചോളൂ. ബാക്കി കാര്യങ്ങൾ പറയുമായിരുന്നു. എന്താ പറഞ്ഞത്? I was telling them there is no prayer in the house. ഈ വീട്ടിൽ പ്രാർത്ഥനയില്ല. പറഞ്ഞ I was telling them, you lay a mat there. അവിടെ ഒരു പാ വിരിക്കാൻ പറഞ്ഞു. Somebody should be there all the time. ഒരാൾ അവിടെ എപ്പോഴും, ഈ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ഒരാൾ ആ പായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ അവിടെ ചെന്ന് ഉടനെ പ്രാർത്ഥിച്ചങ്ങ് പോയിരുന്നെങ്കിൽ ഇത് അറിയുമോ അവർക്ക്? അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. I was talking to them and Holy Spirit was revealed. പിടികിട്ടിയ പായിലിരുന്ന ആന്റി ഇരുന്നപ്പോഴാണ് പിശാച് ഇറങ്ങി പോകുന്നത്. I told them one person in the house should be there on the mat. ആ പായിൽ ഒരു വ്യക്തി എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടിരുവാ. So they are very happy. ഇന്ന് വരാത്തത് അതാണ് കുഴപ്പം. വേറെ ആവശ്യമായിട്ട് പോയി. So when you are healthy, എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. When you are healthy, wealthy and energetic, you come and worship God, you pray God, you read Bible. നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ആരാധനയ്ക്ക് വരേണ്ടത്. എല്ലാ അടിയും കൊണ്ട് അവശനായിട്ടിരിക്കുമ്പോഴല്ല വരേണ്ടത്. വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ടെസ്റ്റിമണി പറയണം. So they will be encouraged. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ വിഷമമായ. So this is the word.